ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. ശരിക്കും നല്ല തണുത്ത് കുളിരുള്ളൊരു കാലാവസ്ഥ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ വീട്ടിലെ കാറൊക്കെ കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മഴ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊരു കൊതി കേട്ടോ. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് എന്തുണ്ടാക്കുമെന്ന് ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിൽ നല്ല മാമ്പഴം ഇരിപ്പുണ്ട്. അപ്പോൾ മാമ്പഴം കൊണ്ട് നല്ല ട്രെൻഡിങ് ആയിട്ട് റെസിപ്പി ഉണ്ടാക്കാമെന്ന് കരുതി. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാമായിരിക്കും, ഞാൻ കുക്കിംഗ് വീഡിയോസ് എൻ്റെ ചാനലിൽ ഇതുവരെ ഇട്ടിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്കൊരു ആഗ്രഹം കേട്ടോ. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തല്ലേ? അപ്പോൾ നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. വീട്ടിലുണ്ടായിട്ടുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമും അതുപോലെ മിൽക്ക് മേഡുമാണ്. അതുപോലെ വീട്ടിൽ ബാലൻസ് ഉള്ള കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3 ചെറിയ പഴം എടുത്തിട്ടുണ്ട്. ഈ പഴവും ബ്രെഡൊക്കെ ഓപ്ഷണലാണ്. നമ്മുടെ മാങ്ങ കുനുകുനാ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. കുറച്ച് മാങ്ങ മാറ്റി വെച്ചിട്ട് ബാക്കി ഗ്രൈൻഡറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. മാങ്ങ നല്ല ക്രീമി കൺസിസ്റ്റൻസിൽ വേണം കേട്ടോ അടിച്ചെടുക്കാൻ. നമ്മുടെ അടിച്ചെടുത്ത മാങ്ങ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ നട്ട്സ് എല്ലാം കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മാറ്റി വെച്ച മാങ്ങയും കട്ട് ചെയ്തിട്ടുണ്ട്. കൂടെ ഒരു 3-4 ഈത്തപ്പഴവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചെറുപഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബ്രെഡിന്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മുടെ അരച്ചു വെച്ച മാമ്പഴം എടുക്കുക. അതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കണം. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടൊരു മാംഗോ ക്രീം എന്ന് പറഞ്ഞിട്ടൊരു റെസിപ്പി ഉണ്ട്. ആ റെസിപ്പി ഒന്ന് മാറ്റി പിടിച്ചിട്ട് എൻ്റെതായ രീതിക്കുള്ളൊരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഈ റെസിപ്പിക്ക് തന്നെ പ്രത്യേകിച്ചൊരു പേരൊന്നുമില്ല. അപ്പോൾ നമുക്ക് പുതിയൊരു പേരിടണം. അപ്പോൾ ആവശ്യത്തിലേറെ ഞാൻ ഫ്രഷ് ക്രീം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മിൽക്ക് മേഡും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, മധുരം അത്ര ഇല്ല കേട്ടോ. അതുകൊണ്ട് എക്സ്ട്രാ പഞ്ചസാര പൊടിച്ചിട്ട് നമുക്ക് കുറച്ച് ഷുഗർ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ അലങ്കാരത്തിൻ്റെ പരിപാടിയാണ്. കുറച്ച് ഷുഗർ പൗഡർ ഞാൻ നല്ലൊരു ഭംഗിയുള്ള ബൗളിൽ ഇതുപോലെ വെതറി കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ മുറിച്ച് മാറ്റി വെച്ച ബ്രെഡ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ദെൻ നമ്മൾ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ചുറ്റിനും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയാണ് നമ്മൾ കഥയിൽ ഇതുവരെ പറയാത്തൊരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ പ്യുവർ ഹേർട്ട്, അങ്ങനെയാണ് ഇതിൻ്റെ പേര്. ഏതൊക്കെ പേരിട്ടാലും നമ്മൾ പറയും ന്യൂട്ടല്ല എന്നല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ന്യൂട്ടല്ല ഇവിടെ നമുക്ക് ചുറ്റും തേച്ച് കൊടുക്കാം. ഗൈസ്, എൻ്റെ ന്യൂട്ടല്ല കുപ്പി കാലിയായിരിക്കുകയാണ്. അതുകൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചെറിയ പഴം ചുറ്റും വെച്ച് കൊടുക്കാം. ദെൻ നമ്മുടെ ലാസ്റ്റ് മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള മാംഗോ നമുക്കിതിന് മുകളിലായിട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ നട്ട്സുകളെല്ലാം കൂടെ നമുക്കിനി ഡെക്കറേഷൻ ചെയ്ത് അവസാനിപ്പിക്കാം. നട്ട്സുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലേറെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 1/2 hour ഫ്രീസർ വെച്ചിട്ട് 3 to 4 hour നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ച് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. സോ ഫൈനലി നമ്മുടെ റെസിപ്പി റെഡിയായി തിന്നാൻ വന്നപ്പോഴേക്കും മഴയെ കാണാനില്ല കേട്ടോ. മഴയില്ലെങ്കിൽ എന്താ, നല്ല തണുപ്പോടെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു സ്വീറ്റ് കഴിക്കാം. ഉള്ളത് പറയാലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ ഒരു പേരിട്ടില്ലല്ലോ. ഇപ്പം എന്ത് പേരിടും? മാംഗോ ബ്രെഡ് ബനാ പുഡിംഗ്. കൊള്ളാവോ? ഓ മതി, ആ പേര് തന്നെ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ. അയ്യോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ടാറ്റാ, ബൈ.